നമസ്കാരം. കാശ്മീരിലെ ഭൂരിപക്ഷം ജനങ്ങളും ഇന്ന് പാകിസ്ഥാനും അവർ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിനുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. കാരണം ആർട്ടിക്കിൾ 370 മോദി സർക്കാർ റദ്ദാക്കിയതോടെയാണ് കാശ്മീരിലെ ജനങ്ങൾ ഒന്ന് ജീവിക്കാൻ തുടങ്ങിയത്. എന്നും വെടിയൊച്ചകൾ കേട്ട് മാത്രം ഉറങ്ങിയിരുന്ന, എന്നും വെടിയൊച്ചകൾ കേട്ട് മാത്രം ജീവിതം നയിച്ചിരുന്ന കാശ്മീരിലെ ജനങ്ങൾക്ക് മോദി സർക്കാർ ഒരു പുതിയ ജീവൻ നൽകി. മോദി സർക്കാരാണ് ആ ജീവിതം നൽകിയതും ആ ജീവിതം അവർ ആസ്വദിച്ച് വരുന്നതിനിടയിലാണ് പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റ് തീവ്രവാദികൾ ഭീകരാക്രമണം നടത്തി അവരുടെ സ്വൈര ജീവിതം തന്നെ തകർത്ത് തരിപ്പണമാക്കിയത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന് മുന്നേ പാകിസ്ഥാനിൽ വെടിവെച്ചകൾ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആർട്ടിക്കിൾ 370 എടുത്ത് റദ്ദാക്കി കളഞ്ഞപ്പോൾ അവിടെയെല്ലാം ശാന്തമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു. അവർ അവിടെ എല്ലാ ആഘോഷങ്ങളും നല്ല സമാധാനത്തോടെ അവർ കളിച്ചും ചിരിച്ചുമൊക്കെ ആഘോഷിക്കുന്നു. ഇപ്പോൾ ഇതാ പാകിസ്ഥാനിലെ കുറെ നപുംസകങ്ങൾ ജമ്മു കാശ്മീരിലേക്ക് വന്ന് പഹൽഗാമിൽ വന്ന് ഭീകരാക്രമണം നടത്തിയിട്ട് പോയപ്പോൾ ഹിന്ദുക്കളെ തിരഞ്ഞു പിടിച്ച് വേട്ടയാടിയപ്പോൾ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ മുഴുവനും വെടിയൊച്ചകളുടെ ശബ്ദവും അതിപ്രഹര ശേഷിയുള്ള ബോംബുകളുടെ ശബ്ദങ്ങളുമാണ് ഇപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാശ്മീരികൾ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ സഹോദരങ്ങളെയാണ് പാകിസ്ഥാൻ കൊന്നൊടുക്കിയതെന്ന്. പാകിസ്ഥാനെതിരെ കാശ്മീരികൾ തിരിഞ്ഞത് പാകിസ്ഥാന് തന്നെ വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. കാരണം പാകിസ്ഥാനിൽ വന്ന് ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് ഒരു ആക്രമണം നടത്തിയാൽ അന്ന് വൈകുന്നേരം തന്നെ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ രാജ്യത്ത് ഇന്ത്യ പാകിസ്ഥാൻ കലാപമുണ്ടാകും. അങ്ങനെ മോദി സർക്കാരിനെ അട്ടിമറിക്കാമെന്ന ഒരു കണക്കുകൂട്ടലാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കരുതിയത്. പക്ഷേ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന കാര്യം ആ കിഴങ്ങൻ ഷഹബാസ് ഷെരീഫിന് ഇതുവരെയായിട്ട് മനസ്സിലായില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ഏപ്രിൽ 24-ന് സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ ഉൾപ്പെടെയുള്ള സംഘം ശ്രീനഗറിൽ ലാൽ ചൌക്കിൽ ഇന്ത്യ ദേശീയ പതാകയുമായി പാകിസ്ഥാനെതിരെ മുദ്രാവാക്യം വിളിച്ചു നീങ്ങിയത് ഒരു അപൂർവ കാഴ്ചയായി മാറി. അതിനുള്ള ധൈര്യം മുമ്പ് ആർക്കുമില്ലായിരുന്നു. കാരണം ഭീകരർ കണക്ക് ചോദിക്കുമെന്ന് ഒരു പേടി അവർക്കുണ്ടായിരുന്നു. ഇവിടെ മറ്റൊരു വസ്തുത കൂടി നാം അറിയണം. 1991 മെയ് 21-ന് രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് വരെ തമിഴ് മക്കൾ 95% LTTE-യുടെ നിലപാടുകൾക്കും നടപടികൾക്കും അനുകൂലമായിരുന്നു. അവർക്ക് പണം, പെട്രോൾ, തുണി, വീട്ടു സാധനങ്ങളൊക്കെ സൗജന്യമായി പല ഗ്രാമങ്ങളിൽ നിന്നും നൽകിയിരുന്നു. ലങ്കൻ തമിഴ് സഹോദരന്മാർക്കായി സ്ത്രീകൾ സ്വന്തം താലിമാല വരെ ഊരി നൽകിയ ചരിത്രമുണ്ട്. എന്നാൽ 1991 മെയ് 21-ന് LTTE നടത്തിയ രാജീവ് ഗാന്ധിയുടെ നിഷ്ഠൂരമായ കൊലപാതകത്തിന് ശേഷം തമിഴ്നാട്ടിലെ തമിഴ് മക്കളുടെ മനസ്സ് ഒന്നടക്കം മാറുകയായിരുന്നു. LTTE സ്വന്തം പോലെ കരുതിയിരുന്നവർ അവരെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞു, അവരെ പൂർണ്ണമായും വെറുത്തു. തമിഴ്നാട്ടിലെ 95% ജനവും LTTEക്കെതിരായ അത്ഭുതമാറ്റം വിവരിക്കുക പ്രയാസമാണ്. ഗ്രാമീണ അമ്മമാർ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രാജീവ് ഗാന്ധി എന്ന പേര് നൽകാൻ തുടങ്ങി. ഇന്ന് തമിഴ്നാട്ടിൽ രാജീവ് ഗാന്ധി എന്ന പേരുള്ള ചെറുപ്പക്കാർ നിരവധിയുണ്ട്. LTTE എന്ന പേര് പോലും അവർക്ക് ഇപ്പോൾ കേട്ടാൽ അലർജിയാണ്. അവരുടെ മുമ്പിൽ ചെന്ന് LTTE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെവിക്കുറ്റി നോക്കി അവർ അടിക്കും. അതേ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇന്ന് കാശ്മീർ ജനത. അവരുടെ മുന്നിൽ ചെന്ന് ഇന്ന് പാകിസ്ഥാൻ എന്നൊരൊറ്റ പേര് പറഞ്ഞാൽ അവർ കൈ കിട്ടുന്ന ചുടുകട്ടയോ അല്ലെങ്കിൽ കമ്പോ വെട്ടുകത്തിയോട് അവർ വെട്ടും. ആ രീതിയിലാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ. കാരണം അവരുടെ സ്വൈര ജീവിതം തന്നെ പാകിസ്ഥാൻ ഇന്ന് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അവരെന്നതാ 1 രൂപ പോലും കിട്ടിക്കൊണ്ടിരുന്ന, ഓരോ ദിവസവും അവർ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്ന അവരുടെ ജീവിതത്തിലേക്കാണ് പാകിസ്ഥാൻ ദൃഷ്ടിദോഷം പതിപ്പിച്ചിരിക്കുന്നത്. താങ്കളുടെ നാട് കാണാൻ കൈ നിറയെ പണവും മനസ്സ് നിറയെ സ്വപ്നങ്ങളുമായി വിവിധ നാടുകളിൽ നിന്നും എത്തിയ നിസ്സഹായരായ അതിഥികളെ അതിക്രൂരമായി ഭാര്യയ്ക്കും മക്കൾക്കും മുന്നിലിട്ട് കൊന്ന ഭീകരതയെ ഇന്ന് അവർ വെറുക്കുകയാണ്. മനസ്സുകൊണ്ട് അവർ വെറുത്ത് കൊല്ലുകയാണ്. വല്ലാത്ത രോക്ഷമാണ് കാശ്മീർ താഴ്വരയിൽ ഒന്നായി പാകിസ്ഥാനെതിരെ അലയടിക്കുന്നത്. വിഘടനവാദികളെയും ഭീകരരെയും ഒളിക്കാനും രക്ഷപ്പെടാനും സഹായിച്ചു പോന്ന ഗ്രാമീണർ പോലും ഇന്ന് ദുഃഖിതരാണ്. അവർ ഇന്ന് പശ്ചാത്തപിക്കുകയാണ് മനസ്സുകൊണ്ട്. ഇത്തരം ഒരു കൂട്ടക്കുരുതി അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. കാശ്മീരിലെ വിഘടനവാദികൾ ഭൂരിഭാഗവും 2 കാശ്മീരികളും ചേർന്ന് ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്വപ്നം കാണുന്നവരാണ്. ഈ നിലപാടിനെ ഇന്ത്യയും പാകിസ്ഥാനും ശക്തമായി എതിർക്കുന്നുണ്ട്. എന്നാൽ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ ഇന്ത്യൻ കാശ്മീരിനെ കൂടി പാകിസ്ഥാനിൽ ചേർക്കണമെന്ന നിലപാടുകാരാണ്. പാകിസ്ഥാൻ ആർമി ഇവർക്ക് ട്രെയിനിങ്ങും ആയുധങ്ങളും നൽകി അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പാക് റേഞ്ചർമാരുടെ സഹായത്തോടെയാണ് ഇന്ത്യയിലേക്ക് രഹസ്യമായി കടത്തിവിടുന്നത്.
ഇന്ത്യയിൽ ഇവരെ സഹായിക്കാനും ഒളിക്കാനും വേണ്ട സൗകര്യങ്ങൾ കാശ്മീരിൽ തന്നെ അവരുടെ ചാരന്മാരായി വർത്തിക്കുന്ന പലരും നൽകി പോകുന്നുണ്ട്. നാളിതുവരെ നടന്നു വന്നത് ഇതൊക്കെയായിരുന്നു. എന്നാൽ 2025 ഏപ്രിൽ 22 നടന്ന ഭീകരാക്രമണത്തോടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ്. കാശ്മീർ ജനത ഭൂരിഭാഗവും ഭീകരർക്ക് എതിരായെങ്കിലും കാശ്മീരിലെ ടൂറിസം വ്യവസായം തകർന്നതിൽ പാകിസ്ഥാനും ഭീകരർക്കും വിഘടനവാദികളും എല്ലാം സന്തോഷത്തിലാണ്. പാകിസ്ഥാനും അവർ സ്പോൺസർ ചെയ്യുന്ന ഭീകര പ്രസ്ഥാനങ്ങളും ആഗ്രഹിച്ചതും ലക്ഷ്യം വച്ചതും ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം മതങ്ങളെ തമ്മിൽ തല്ലിക്കുക, അവരെ കൂടുതൽ ഒരു ആഴങ്ങളിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കുക, അതായിരുന്നു ഒരു കലാപമായിരുന്നു. ബംഗ്ലാദേശ് മോഡൽ കലാപമായിരുന്നു പാകിസ്ഥാൻ കരുതിക്കൂട്ടിയത്. അതിൽ അവർ ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടില്ലെങ്കിലും കാശ്മീരിനെ അന്ധകാരത്തിലേക്ക് തള്ളിവിടാൻ അവർക്കായി എന്നതാണ് യാഥാർത്ഥ്യം. മതപരമായ വേർതിരിവ് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കാശ്മീരിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആളുകളുടെ പേരും ആധാർ കാർഡും നോക്കിയുള്ള കൊലപാതകങ്ങൾ നടന്നിരുന്നുവെങ്കിൽ വളരെ വ്യാപകമായ രീതിയിൽ മതം ചോദിച്ച് ആളുകളെ കൊലപ്പെടുത്തിയത് ഇപ്പോൾ മാത്രമാണ്. അതും വളരെ കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങളിലൂടെ. തദ്ദേശീയരിൽ ചിലരുടെ സഹായവും പങ്കാളിത്തവും അവർക്ക് ലഭിച്ചിരുന്നുവെന്ന വിവരം പുറത്തു വരുന്നുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇത്ര വലിയൊരു കൃത്യം നടത്തി അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ഇത് വെറും കുറച്ചു ദിവസങ്ങൾ മാത്രമാണ്. വീണ്ടും കാശ്മീർ വീണ്ടും സമാധാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകും. കേരളീയർ വരുന്ന ഓണത്തിൽ കാശ്മീരിലെ പഹൽഗാമിൽ അടിച്ചു പൊളിക്കുന്ന കാഴ്ച പാകിസ്ഥാനിലെ പട്ടാള ജനറൽമാർക്കും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അവിടെ ജീവനോടെ പാകിസ്ഥാനിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങ് കാലാപൂരിയിൽ ഇരുന്ന് നീയൊക്കെ കാണും. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.